ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്ക് വേഗം പോയി പല്ല് തേച്ചിട്ട് വരാം. ചെറുത് ഉറങ്ങുകയാണ്. അങ്ങനെ ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ച് പോന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളമല്ലേ വെച്ചാലോ, എനിക്ക് രാവിലെ നിർബന്ധം. അങ്ങനെ പിന്നെ അമ്മച്ചീൻ്റെ കയ്യിൽ നല്ല ചൂടോട് ചായയും വാങ്ങി അമ്മച്ചോട് കഥ പറഞ്ഞ് അങ്ങനെ അടുക്കളവശത്ത് കുത്തിയിരിക്കുകയാണ്. അമ്മച്ചി ഒരു തിലക്ക് പുട്ടുണ്ടാക്കുന്നുണ്ട്. 2 സൈസ് പുട്ടുണ്ട്, നീളത്തിലുള്ള പുട്ടുമുണ്ട്, ചിരട്ട പുട്ടുമുണ്ട്. അങ്ങനെ 2 സൈസ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മച്ചി ഉച്ചക്കേക്കുള്ള സാമ്പാർക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ കട്ടൻ ചായയും കുടിച്ച് അമ്മച്ചോട് വർത്താനം പറഞ്ഞ് നീച്ച് പോയി. വേഗം ഒരു കഷ്ണം പുട്ടും 2 പപ്പടം എടുത്ത് ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചി വേഗം പോയി ഒരു ചോളമൊക്കെ പൊയിങ്ങിക്കൊണ്ട് തന്നിട്ട് നല്ല ചൂട് പെറുക്കണ ചോളം. അങ്ങനെ അമ്മച്ചി ആടുന്ന് കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു, നല്ല പൊടിച്ചോണ്ട് നിൽക്കുക, അത് പാത്രത്തിലാക്കുക. അന്നപ്പോൾ എൻ്റെ മോൻ വന്ന് ഓനും സഹായിയായി. പിന്നെ ഓൻ എടുത്തിടാൻ തുടങ്ങി. അങ്ങനെ അനിയത്തി കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു വാർപ്പിൻ്റെ മുകളിലിടാൻ. അടുത്ത് മേലെ പോകുമ്പോൾ ഞാനും ഓളെ വയ്യേക്ക് പോയിട്ടോ. ഞങ്ങളൊരു കോട്ടേഴ്സിലാണ് നിൽക്കുന്നത്. ആ കോട്ടേഴ്സ് മുന്നത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മുന്നിൽ കൂടെ റോഡുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഓണറെ വീടാട്ടോ ഇത്. ഈ കാണുന്ന മുന്നിലിട്ട് പോരാ, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ കോട്ടേഴ്സും വരുന്നത്. അങ്ങനെ പിന്നെ അനിയത്തി വേഗം പോയി തുണിയൊക്കെ ആറിട്ടപ്പോൾ ഉമ്മച്ചി വിളിച്ച് മോൺ ഈച്ചിക്കുന്നുണ്ട്. അങ്ങനെ വേഗം പോയി ഞാൻ താഴെ പോയി നോക്കി മോൺ ഈച്ചിനെ തപ്പി നടക്കുക. അങ്ങനെ പിന്നെ ഓനക്ക് തിന്നാനൊക്കെ കൊടുത്ത് ഞാൻ വേഗം എന്താക്കി ഓൻ കിടക്കപ്പായൊക്കെ ഒന്ന് മടക്കി വെച്ച് ഓൻ പോയി മാമനെ വിളിക്കുക. മാമ നല്ല ഉറക്കുക. അങ്ങനെ പോയി മാമനെ വിളിച്ചുണർത്തി. അനിയത്തി ഓനും കൂടി നല്ല കളിയില്ലാട്ടോ. എൻ്റെ അനിയത്തി സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ ഓളോട് കളിക്കുക. ഓനക്ക് ഒരുവിധമൊക്കെ ഓളിങ്ങനെ കളിക്കുന്ന അറിയും. അപ്പോൾ കണ്ണുത്തി രണ്ടാളും കൂടി നല്ല കളിയിലാട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിൽ പോയി. ഇതാ ഞങ്ങൾ അടുക്കള വശത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. പുറകുവശം നിറച്ചും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓനും എൻ്റെ വയ്യേക്ക് പോകുന്നു. അങ്ങനെ ഓളാടുന്ന് എടുത്താൽ ഞാൻ അടുക്കളയിൽ നിന്ന് അതിന് ദേഷ്യം പിടിച്ചിട്ടാണ് ഓള് മോന്ത അങ്ങനെ വെച്ചിക്കണേ. അങ്ങനെ പിന്നെ ഓനാടെ നിർത്തി. ഓനാടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടങ്ങനെ കളിക്കുക. പനിയത്തി വന്ന് വേഗം എന്താക്കി എൻ്റെ മേത്ത് കൈ വെച്ച്. അത് ഓനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന് ഓളെ ചീത്ത അറിയാൻ ഓളെ അടിക്കാനാണ് ആ പോകുന്ന ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തെ റൂമത്തത് എൻ്റെ കൂട്ടുകാരത്തിയുണ്ട്. അപ്പോൾ ഓളെ മക്കളായിട്ട് രണ്ടാളും കളിക്കും. സിയാൻ കളിക്കും ഓരോട്. അങ്ങനെ പിന്നെ ഓരോ ഡാൻസും കളിയൊക്കെ. അപ്പോൾ തൊട്ടപ്പുറത്ത് മേലത്തെ പുരയത്തെ കാക്ക ചോദിക്കും ഓനോട് എപ്പോഴാണ് വന്നത്. അപ്പോൾ ഒന്ന് അറിയാം, ഞാൻ ഇന്നലെ 10 മണിക്കാണ് വന്നത്. മൂപ്പരായി ഓൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കളിക്കുക. അവിടെ JCB വന്നിന്. അപ്പോൾ JCB വരൂല എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഞങ്ങളെ കോട്ടേഴ്സ്. കയറി പോകുന്നിടത്തുനിന്നൊരു ഹാളും 2 റൂമുകളിൽ കേട്ടോ. ഇത് കുറച്ച് അത്യാവശ്യം വലിയ റൂമാണ്, ഇത് ചെറിയ റൂമാണ്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഇടാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു അടുക്കളയും, പിന്നെ അത് പുറത്തേക്ക് പോയിക്കുന്ന ഒരു അലക്കലും, പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാൻ പറ്റിയ ടാങ്കും കുറച്ച് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതാണ് പുറകുവശം വരുന്നത്. പിന്നെ ഇത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പയാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ മരിച്ചിട്ട് എനിക്ക് 5 കൊല്ലമായി. ഞാൻ എന്നെ പെറ്റിയെടുക്കുന്ന സമയത്ത് മൂത്ത മോനെ പ്രസവിച്ച് 48ാമത്തെ ദിവസമാണ് ഉമ്മ മരിച്ചത്. ഉപ്പ മരിച്ചിട്ട് ഇപ്പം 8 മാസമായിട്ടോ. ഇവർ രണ്ടാളും മരണം ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവാത്ത മരണമാണ്. സ്നേഹിച്ച് കൊതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയ ആൾക്കാർ. ഉമ്മ കൊറോണ സമയത്താണ് മരിച്ചത്. ഉപ്പാക്ക് ശ്വാസം മുട്ടായിട്ടാണ് മരിച്ചത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഉമ്മച്ചിക്ക് പോവാൻ സമയം ഇന്ന് ഉമ്മച്ചിൻ്റെ ഷോപ്പിൽ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ 11 മണിയാകുമ്പോഴത്തേക്ക് ഉമ്മച്ചിക്ക് അവിടെ എത്തണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഉമ്മച്ചി പോകുന്നത് നോക്കി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന്